ലൈവിൽ ഇപ്പൊ ഈ ഒരു മോർണിംഗ് ടാസ്ക് നടക്കുന്നതിന് മുമ്പ് ഷാനവാസും പിന്നെ സാബുമാനും തമ്മിലൊരു നീണ്ട കോൺവെർസേഷൻ നടന്നിരുന്നു. അതില് ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിൻ ആയിട്ടും സെൽഫ് പ്രൊമോട്ടാണ് ഷാനവാസ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര സംഭവമാണ്, നിനക്ക് അറിയത്തില്ല, ഇക്ക ഭയങ്കര ടീമാണ്, ഇക്കയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇക്ക ഒരാളെ പോലും കുരുതി കൊടുത്തിട്ടില്ല. ഇക്കയുടെ കൂടെ നിന്നവരൊക്കെ ഇപ്പോഴും ഈ വീടിനകത്തുണ്ട്, മനസ്സിലായില്ലേ? ഇക്കയുടെ കൂടെ നിന്നവരെല്ലാവരും ഈ വീടിനകത്തുണ്ട്. അപ്പൊ അഭിലാഷ് ഒനിയിൽ എന്നുള്ള ഒരു കാര്യം സാബുമാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഇക്ക അവിടെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു. എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ കൂടെ നിൽക്കുമായിരുന്നു എന്ന് എന്നെ തോന്നിപ്പിച്ച് എനിക്കിട്ട് പാര വെച്ച രണ്ടാമന്മാരാണ്, അക്ബറിന്റെ കൂടെ നിന്ന് എനിക്കിട്ട് പാര വെച്ച രണ്ട് ടീംസ് ആണെന്ന് ഷാനവാസ് സാബുമാന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ആദില നൂറ, ഇവരെയൊന്നും ഞാൻ നോമിനേറ്റേ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കള്ളമാണ് കേട്ടോ. അപ്പൊ ഇവരെ രണ്ടുപേരെ ഞാൻ നോമിനേറ്റേ ചെയ്തിട്ടില്ല. അനിമോള, ഈ മൂന്ന് പിള്ളേരെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൂന്ന് പിള്ളേരെയും. അവര് എന്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും കണ്ടില്ലേ, ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ നീ മുന്നോട്ടും ഈ രീതിയിൽ തന്നെ നീ ഒന്ന് ആലോചിച്ചും കണ്ട് നോക്കിയും കണ്ടു അക്ബറിന്റെ അടുത്തൊക്കെ നിൽക്കുക. നീ ഇക്കടെ കൂടെ നീ ചേരുന്നത് നീ ചേർന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. നിന്റെ ഗെയിമിന് എന്തുകൊണ്ടും നല്ലത് ഇത് ഇക്കടെ കൂടെ നിൽക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് പറഞ്ഞൊരു വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആര്യൻ പോയപ്പോ നീ ഒരു 2 ദിവസത്തേക്കെങ്കിലും ആര്യന്റെ സ്ഥാനം റീപ്ലേസ് ചെയ്ത പോലെ എനിക്ക് തോന്നിയെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അത് കേട്ടപ്പോ സാബുവിന്റെ ഗ്യാസ് തീർന്നു കേട്ടോ. ഗ്യാസ് പോയി, ശരിക്കും ഗ്യാസ് പോയി. അവിടെ തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. ശരിക്കും ഷാനവാസ് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഈ എന്താ പറയാ, കുട്ടൂസനൊക്കെ ഇരുന്ന് ചിരിക്കുന്ന പോലെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ല രസമായിരുന്നു ഈ കോൺവെർസേഷൻ കേൾക്കാനായിട്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഷാനവാസ് നല്ല രീതിയിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് സാബുമാനെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചു. സാബുമാൻ കൂടെ നിൽക്കുകയും ചെയ്യും, കാരണം പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത് നടന്നത്. പിന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യം, ഒറ്റയാനായിട്ട് നിന്ന അനീഷിനെ ഞാൻ തളച്ചു എന്നുവെച്ചാൽ സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് കേട്ടോ. ഒറ്റയാനായിട്ട് നിന്ന അനീഷിനെ ഞാൻ തളച്ചു, പിന്നെ അക്ബറിന്റെ ഗ്രൂപ്പിനെ ഫുൾ ഞാൻ പൊളിച്ചടുക്കി കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു മനുഷ്യന്റെ സന്തോഷമാണ്, കോൺഫിഡൻസ് ആണ്. ഇങ്ങനൊക്കെ സ്വയം സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. ഷാനവാസിന്റെ മനസ്സ് ഷാനവാസ് തന്നെയാണ് ഈ സീസണിന്റെ വിന്നർ, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്തിമവിധി പ്രേക്ഷകരുടെ ആണെങ്കിലും ഷാനവാസിന്റെ സന്തോഷം അവിടെ കണ്ടെത്തി. സാബുമാന്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തി. അത് നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അനീഷ് ഒറ്റയാൻ തന്നെയാണ് ഇപ്പോഴും. കഴിഞ്ഞ ദിവസം ഷാനവാസിനെതിരെയും അനീഷ് കളിച്ചിരുന്നു, നല്ല ഒന്നാന്തരമായിട്ട് തന്നെ ഗെയിം കളിച്ചിരുന്നു. അതൊക്കെ പ്രേക്ഷകർ കണ്ടു, ഷാനവാസ് കണ്ടില്ല. നല്ല മൈൻഡ് ഗെയിം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മൈൻഡ് ഗെയിമർ എന്നുള്ള ആ ഒരു പട്ടം ഷാനവാസിൽ നിന്നും എടുത്ത് ഞാൻ അനീഷിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അനീഷ് ആയിരുന്നു ബെറ്റർ മൈൻഡ് ഗെയിമർ ഷാനവാസിനെക്കാട്ടിലും. ഷാനവാസിന്റെ എന്ന് പറഞ്ഞാൽ വേർഡ് പ്ലേ ആണ്, നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ ഷാനവാസിന് അറിയാം. അനീഷിന് അത്രയും വേർഡ് പ്ലേ ഇല്ല. അനീഷ് കുറച്ചുകൂടി നല്ല രീതിയിൽ കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ BB മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഷാനവാസിന്റെ അത്ര അല്ല എന്നൊക്കെ തന്നെ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയത് കുറച്ചേറെ അനീഷാണ്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.